ഹീലിംഗ് പ്രേയേഴ്സ് 2 എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രത്യേകിച്ച് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കൾക്കും ദൈവത്തിൻ്റെ കൃപയാൽ നിറയട്ടെ. കർത്താവായ ദൈവസന്നദ്ധയിൽ നിങ്ങളുടെ മക്കളുടെ ഓരോ പരീക്ഷയെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പരീക്ഷാ ചോദ്യപേപ്പറിനെയും ഉത്തരക്കടലാസിനെയും മക്കൾ എഴുതുന്ന പേനയും എല്ലാം ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കുക. കർത്താവ് ഇപ്പോൾ നിങ്ങളുടെ മക്കളുടെ പേനയും പരീക്ഷാ പേപ്പറും എല്ലാം അനുഗ്രഹിക്കുന്നു. അവർ പരീക്ഷ എഴുതുന്ന പരീക്ഷാ ഹാള്, കൂടെ പരീക്ഷ എഴുതുന്ന കുട്ടികൾ, സൂപ്പർവൈസേഴ്സ് എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മക്കൾ പരീക്ഷാ ഹാളിൽ കയറുമ്പോൾ ഭയം കൂടാതെ, ദുഃഖം കൂടാതെ, നിരാശ കൂടാതെ, മറവിയില്ലാതെ കൂടുതൽ സന്തോഷപരമായിട്ട്, ആശ്വാസകരമായി, സമാധാനപരമായി പരീക്ഷാ ഹാളിൽ കയറുവാനും ചോദ്യപേപ്പർ ഓരോന്നും സമാധാനത്തോടെ വായിച്ച് മനസ്സിലാക്കി കൃത്യമായ ഉത്തരം എഴുതുന്നതിനും നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ബോർഡ് എക്സാംസ് എഴുതുന്ന എല്ലാവർക്കും പ്രത്യേകം ദൈവാനുഗ്രഹങ്ങൾ നിറയാൻ പ്രാർത്ഥിക്കാം. SSLC പരീക്ഷ, +1, +2, ഡിഗ്രി, PG, മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾക്കുള്ള പരീക്ഷ എഴുതുന്ന എല്ലാവർക്കു വേണ്ടി പ്രത്യേകം ഈ സമയം പ്രാർത്ഥിക്കാം. ഒപ്പം പരീക്ഷ ആയിട്ടും രോഗമായി പോയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ടൈഫോയിഡ് കാരണം ഒരു കുഞ്ഞ് പരീക്ഷ എഴുതുന്നതിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ആ കുഞ്ഞിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരീക്ഷയുടെ ഭീതി കാരണം എല്ലാം മറന്നുപോകുന്ന അവസ്ഥയുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരീക്ഷ സമയത്ത് കുടുംബത്തിൽ സമാധാനമില്ലാത്തത് കാരണം നിരാശയിൽ കഴിയുന്ന, പഠിക്കാൻ സാധിക്കാത്ത, പഠിച്ചതെല്ലാം മറന്നുപോകുന്ന അവസ്ഥയിൽ കഴിയുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരീക്ഷയായിട്ടും കൂട്ടുകെട്ടുകൾ വിട്ടുപോകാതെ, ഗെയിം കളി വിട്ടുപോകാതെ, മൊബൈൽ അഡിക്ഷനിൽ നിന്നും വിട്ടുമാറാതെ ഇരിക്കുന്ന, പഠിക്കാതെ കഴിയുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പൈശാചിക പീഡകളാൽ മക്കൾക്ക് പഠനത്തോടുള്ള വാസനയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അലസതയിലും മടിയിലും കഴിയുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എത്ര പഠിച്ചിട്ടും മനസ്സിലാകാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരീക്ഷാ സമയത്ത് അപകടം പറ്റുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരീക്ഷയുടെ ഈ കാലയളവിൽ രോഗികളായി പോയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പല കാരണങ്ങൾ കൊണ്ട് പരീക്ഷ എഴുതാൻ സാധിക്കാതെ പോയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ അവസരത്തിൽ എല്ലാ കുടുംബത്തിലെയും മക്കൾക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം മറ്റ് പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ദൈവാനുഗ്രഹം ഉണ്ടാകുവാൻ, ദൈവത്തിൻ്റെ വൻ കൃപയും ബുദ്ധിയും ജ്ഞാനവും അറിവും തക്ക സമയത്ത് പരീക്ഷ എഴുതുന്ന ഏത് ചോദ്യം വന്നാലും എങ്ങനെ അതിനെ അഭിമുഖീകരിക്കണം എന്ന പ്രായോഗിക ജ്ഞാനം കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളുടെ പരീക്ഷാ പേപ്പർ നോക്കുന്ന അധ്യാപകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ സമയം എൻ്റെ ഈ പ്രിയ സഹോദരീ സഹോദരങ്ങൾ പ്രാർത്ഥിക്കുന്ന അവരുടെ വിഷയത്തിന്മേൽ നീ കനിവ് തോന്നണമേ. അവരുടെ മക്കളുടെ മേൽ നീ കനിവ് തോന്നണമേ. SSLC പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ബോർഡ് എക്സാംസ് എഴുതുന്ന ഓരോ മകനെയും മകളെയും നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. ഈ മക്കൾക്ക് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നൽകി, അറിവ് നൽകി, പഠിക്കാനുള്ള ഉത്സാഹം നൽകി, പഠിച്ചതെല്ലാം കൃത്യമായി ഓർത്തെടുക്കാനുള്ള കഴിവ് നൽകി, സമാധാനത്തോടെ പരീക്ഷാ ഹാളിൽ ഇരിക്കുവാൻ, എഴുതുവാൻ, പരീക്ഷ എഴുതുവാൻ ഈ മക്കളെ സഹായിക്കണമേ. കർത്താവേ, മറഞ്ഞിരിക്കുന്ന എല്ലാ അശുദ്ധാത്മാക്കളുടെ ദുരന്തത്തിൽ നിന്നും ശല്യത്തിൽ നിന്നും ഞങ്ങളുടെ മക്കളെ നീ സംരക്ഷിക്കണമേ. ദൈവമായ കർത്താവേ, അങ്ങ് ആ മക്കളുടെ കൂടെ നിന്ന് അവരുടെ ഗുരുവായി, സഹപാഠിയായി, അവരുടെ എല്ലാമായി ദൈവമേ ഞങ്ങളുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമേ. അവർ പോകുന്ന വഴിയിലെല്ലാം നിന്റെ പരിശുദ്ധ സാന്നിധ്യം അവർക്ക് സന്തോഷവും ശക്തിയും ആത്മവിശ്വാസവും നൽകട്ടെ. ഈ കുഞ്ഞുങ്ങൾക്ക് കർത്താവേ ആത്മധൈര്യം കൊടുത്ത് പരീക്ഷയ്ക്ക്
അവിടെ നയിക്കണമേ. കർത്താവേ, ഈ മക്കളുടെ മേൽ നീ കനിവ് തോന്നണമേ. അവർ പഠിക്കാൻ കൃപ കൊടുക്കണമേ. ഒപ്പം എല്ലാ വിഷയങ്ങളും പൂർണ്ണമായി എല്ലാ സിലബസും പഠിച്ചു തീർക്കുന്നതിനുള്ള ശക്തി കൊടുക്കണമേ. പരീക്ഷയ്ക്ക് മുൻപ് പഠിച്ചതെല്ലാം റിവൈസ് ചെയ്യാനും അത് ഓർത്തെടുക്കാനും പരീക്ഷാ സമയത്ത് ശാന്തമായി പരീക്ഷ എഴുതുന്നതിനും ഈ മക്കളെ നീ സഹായിക്കണമേ. കർത്താവേ, ഈ മക്കളുടെ ജീവിതത്തെ നീ അനുഗ്രഹിക്കണമേ. അവരുടെ ഭാവിയെ നീ അനുഗ്രഹിക്കണമേ. ഈ കുഞ്ഞുങ്ങൾക്ക് വന്നുപോയ പിഴകൾ നീ ക്ഷമിക്കണമേ. ദൈവമേ, ഈ മക്കളുടെ മേൽ നീ കനിവ് തോന്നി ഇപ്പോൾ തന്നെ നിന്റെ കരം അവരുടെ തലയിൽ വെച്ച് നീ അവരെ ശക്തിപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. അവരുടെ തലച്ചോറിൽ നീ ബുദ്ധിശക്തി കൊടുത്ത് ആത്മവിശ്വാസം നൽകി അവരെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അവരുടെ തലച്ചോറിനെ ബാധിച്ചിരിക്കുന്ന ഏതെങ്കിലും പ്രലോഭനങ്ങളോ അശുദ്ധ വികാര വിചാരങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈശോയെ നിന്റെ തിരുരക്തം കൊണ്ട് ഈ കുഞ്ഞുങ്ങളെ കഴുകണമേ. ഇവരെ അനുഗ്രഹിക്കണമേ. ഇവരുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. ഇവരുടെ ഗുരുക്കന്മാരെ അനുഗ്രഹിക്കണമേ. ഇവരുടെ സഹപാഠികളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, ഈ മക്കളുടെ പരീക്ഷ നോക്കുന്ന സൂപ്പർവൈസേഴ്സിനെ അനുഗ്രഹിക്കണമേ. അവരുടെ പരീക്ഷ പേപ്പർ നോക്കുന്ന അധ്യാപകരെ നീ അനുഗ്രഹിക്കണമേ. കർത്താവേ, ശത്രു കടന്നു വരാൻ നീ അനുവദിക്കരുതേ. ശത്രു കടന്നു വരാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളും നീ തടസ്സപ്പെടുത്തി ഈ മക്കൾക്ക് എല്ലാം കൊണ്ടും സംരക്ഷണം നൽകണമേ. ഇവരുടെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ. പഠിക്കാനുള്ള സാഹചര്യം കുടുംബത്തിൽ ഉണ്ടാകുന്നതിന് കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യതയും സ്നേഹത്തിലും സമാധാനത്തിലും വർദ്ധിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് പരീക്ഷ എഴുതുന്ന മക്കളുടെ മാതാപിതാക്കൾ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനുള്ള കൃപ കൊടുക്കണമേ. കർത്താവെ, കുടുംബത്തിൽ കലഹവും വഴക്കും ഒന്നുമില്ലാതെ മക്കളുടെ പഠനത്തിന് തടസ്സമായ എല്ലാ കാര്യങ്ങളും മാറ്റി അവർ ഒന്നിച്ച്, കുടുംബാംഗങ്ങൾ ഒന്നിച്ച് പരീക്ഷ എഴുതുന്ന മക്കൾക്ക് ഉന്നത വിജയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ദൈവസന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുവാൻ ഈ കുടുംബാംഗങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ദൈവമേ, ഏതെങ്കിലും തരത്തിൽ പരീക്ഷ എഴുതാൻ സാധിക്കാത്ത മക്കൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണമേ. എല്ലാ തടസ്സങ്ങളും മാറ്റി ഈ മക്കൾക്ക് പരീക്ഷ എഴുതാനുള്ള വൻ കൃപ നൽകി ഇപ്പോൾ തന്നെ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരീക്ഷാ ഹാളിൽ ദൈവമേ, അവരുടെ കരങ്ങളിൽ നീ തന്നെ പേന കൊടുത്ത് നീ തന്നെ ആ പേനയെ ആശീർവദിച്ച് ഈ മക്കളെ ആശീർവദിച്ച് അവർ കൃത്യമായി പരീക്ഷ എഴുതാൻ അവരുടെ കരങ്ങൾക്ക് ശക്തി നൽകി ഈ കുഞ്ഞുങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ഞാൻ ഈ സമയം പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, ഈ കുഞ്ഞുങ്ങളുടെ മേൽ കരുണ തോന്നണമേ. അവർക്ക് ഉന്നത വിജയം ലഭിക്കുവാൻ, പരീക്ഷയിൽ ഉന്നത വിജയം നൽകി ദൈവമേ എല്ലാം എഴുതുവാൻ, കൃത്യമായി ചോദ്യോത്തരങ്ങൾ എഴുതുന്നതിന് ദൈവമേ അവരെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഈ മക്കൾക്ക് സമാധാനവും സന്തോഷവും നൽകണമേ. ആത്മവിശ്വാസവും ധൈര്യവും നൽകണമേ. അവരുടെ ഉള്ളിലുള്ള പരീക്ഷാ ഭയം എടുത്തു മാറ്റി കർത്താവേ, ഈ മക്കളുടെ ഹൃദയത്തെ നീ ശാന്തമാക്കണമേ. മനസ്സിനെ ധൈര്യപ്പെടുത്തണമേ. ദൈവമേ, ഈ മക്കളെ നീ ഇപ്പോൾ തന്നെ പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഇപ്പോൾ തന്നെ നീ സ്പർശിച്ച് സുഖപ്പെടുത്തണമേ. ആന്തരിക സൗഖ്യം നൽകണമേ. എല്ലാ ദുഃഖവും മാറി, വിഷമം മാറി പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഈ മക്കളെ നീ സഹായിക്കുകയും ചെയ്യണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഈ പ്രാർത്ഥന നിന്റെ വിമല ഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും നിന്റെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. മാതാവേ, ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ. അവരുടെ പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയുണ്ടാകുവാൻ, പരീക്ഷയിൽ നല്ലതുപോലെ ഉത്തരമെഴുതുവാൻ, എല്ലാം നല്ലതുപോലെ പഠിക്കുവാനും അമ്മേ മാതാവേ, ഈ മക്കളെ നിന്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുന്നു. നീ സഹായിക്കണമേ. ശത്രു തൊടാതെ വണ്ണം ഈ മക്കളെ നീ കാത്തുകൊള്ളണമേ. ശത്രു കടന്നു വരാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളെയും നീ അടച്ചു കളയണമേ. നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഈ കുഞ്ഞുങ്ങളോട് കൂടെയുണ്ടായി പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ശ്രദ്ധയോടെ പരീക്ഷ എഴുതുന്നതിനും മാതാവേ, നീ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.
സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം പഠിക്കുന്ന എല്ലാ മക്കളുടെയും കൂടെ ഇരുന്ന് പരീക്ഷ എഴുതുന്ന, പ്രത്യേകിച്ച് SSLC +2 പരീക്ഷ എഴുതുന്ന മക്കളുടെ കൂടെ ഇരുന്ന് ഈ സമയം അവരെ അനുഗ്രഹിക്കട്ടെ. കർത്താവായ ദൈവം പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നൽകി, ആത്മവിശ്വാസം നൽകി, ശ്രദ്ധ നൽകി ഈ മക്കളെ അനുഗ്രഹിക്കട്ടെ. പരീക്ഷയിൽ ഉന്നത വിജയം നൽകി പിതാവായ ദൈവം ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. അവരുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ പ്രാർത്ഥന കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും കൂടെ ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.